മത്തായി യേശുക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുന്നു. ലൂക്കോസ് യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ തെളിയിക്കുന്നു. മർക്കോസ് യേശുക്രിസ്തു ദാസരൂപം എടുത്ത വ്യക്തിയെ അങ്ങോട്ട് വരച്ചു കാട്ടുന്നു. എന്നാൽ യോഹന്നാൻ വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അവിടുന്ന് മാത്രമാ സത്യദൈവം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. സ്തോത്രം. കുചേലവൃത്തത്തിനകത്തെ ഒരു പദം രാമപുരത്ത് വാര്യരെഴുതി. കുചേലവൃത്തം ഈ ഏരിയക്കാകുമ്പം വള്ളപ്പാട്ട് അറിയാവുന്നവരാ. വിയവരംകാരും ഒക്കെ നമ്മുടെ UPFിനകത്തുണ്ടല്ലോ. അതാരാ ഇവിടെ? അല്ല, ഇവിടെ വലിയൊരു ഇരിപ്പുണ്ടോന്ന്? അല്ല, കാരിച്ചാലല്ല, അത് ഉണ്ടല്ലേ ഇവിടെ നമ്മുടെ സ്റ്റേജേ. അപ്പം കാരിച്ചാല് വിയവരം ചെറുതന. അപ്പം വള്ളവും വെള്ളവും ആയിട്ടെ. നിരണക്കാരും മോശമല്ലല്ലോ. പണ്ട് പുതിയ ചുണ്ടന പേപ്പർ വായിച്ചു. അപ്പം അത് വള്ളപ്പാട്ടെന്നാ, വഞ്ചിപ്പാട്ട്, കുചേലവൃത്തമാണ്. അപ്പോൾ രാമപുരത്ത് വാര്യർ എഴുതിയ ഒരു വരിയുണ്ട്. വാര്യർ എഴുതിയ എന്റെ കൊങ്ങായിക്ക് പിടിക്കരുത്. കൽപ്പോടല്ല ജനങ്ങൾക്കും കേടുതീരതക്കവണ്ണം, കൽപ്പോടല്ല ജനങ്ങൾക്കും കേടുതീരതക്കവണ്ണം എപ്പോഴും അന്നദാനവും ചെയ്തു ജഞ്ചമ്മേ, എപ്പോഴും അന്നദാനവും ചെയ്തു ജഞ്ചമ്മേ. അതിനകത്ത് ഒരു വരിക, മൂർത്തി 330 ദേവന്മാരുമായി, മൂർത്തി 330 ദേവന്മാരുമായി, മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി, മൂർത്തിയായി മുപ്പാരിനും വിളക്കുമായി. ഇപ്പൊ അതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. സ്തോത്രം. അതും കട്ട് ചെയ്യരുത്. അപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, രാമപുരത്ത് വാര്യർ എഴുതിയിരിക്കുക മൂർത്തി 330 ദേവന്മാരെന്ന വാര്യർ എഴുതിയത്. എന്നാൽ ഇന്ന് രാത്രി ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തെ പറയട്ടെ, സർവത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സർവത്തെ ചമച്ച ഒരു ദൈവമുണ്ട്, സകലത്തെ ഭരിക്കുന്ന ഒരു ദൈവമുണ്ട്, സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. അവിടുന്ന് ഈ കാണുന്ന മുഴുവനും സൃഷ്ടിച്ചേക്കുന്നത്. ഈ പൂജരഖേചര വസ്തുക്കളെയും സകല വൃക്ഷലതാദികളെയും പക്ഷി മൃഗാദികളെയും എന്ന് വേണ്ട ഈ അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ചവൻ സർവജ്ഞനായ ദൈവം. ആ ദൈവത്തെ പറ്റിയായി പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ അങ്ങോട്ട് തെളിയിക്കുക. ഞാൻ എപ്പോഴും പറയും, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന നമുക്കറിയാം, അഹരോന്റെ നിര്യാണത്തിൽ തന്റെ അനുജനാകുന്ന എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പ്രാർത്ഥിച്ച ശ്രദ്ധേയ പ്രാർത്ഥനയാണല്ലോ 90 സങ്കീർത്തനം. അത് നമുക്കെല്ലാം മനപ്പാടമാ. ആ മനപ്പാടമായ വാക്യം ഇങ്ങനെ, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവം ക്രിസ്തു. ഇങ്ങനെ, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. ആമേൻ, സ്തോത്രം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാ. 50 വർഷവും 100 വർഷവും 1000 വർഷവും 10,000 വർഷവും ഒന്നുമല്ല പഴക്കം. അവിടുന്ന് സർവശക്തനായ ദൈവമാ. സ്തോത്രം. അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് മഹത്വം. ആട്ടെ, ആ ദൈവത്തെ പറ്റിയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം അതാണ് തൻ്റെ ഓരോ അധ്യായത്തിലും തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി 14-ാം അധ്യായത്തിന്റെ 1, 2, 3 വായിച്ചപ്പോൾ അതോടൊട്ട് പെട്ടെന്ന് വരണം. എപ്പോഴും ഞാൻ പറയും, യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഓരോ അധ്യായത്തിലും അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് തെളിയിക്കുക. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു 1, 2 അത്ഭുതം ചെയ്ത് പരിവക്കേട് പിടിച്ചു പോയ ആളല്ല. അവിടുന്ന് അനേക അത്ഭുതം ചെയ്തു. ഇപ്പോഴത്തെ അത്ഭുത രോഗശാന്തി വരപ്രാപ്തന്മാര് 1, 2 അത്ഭുതം ചെയ്യും. അത് പിന്നെ ഇങ്ങനെ TV കൂടെ കാണിക്കും. അവരെവിടെയെങ്കിലും ചെന്നാൽ അത് ആദ്യം ഒന്ന് കാണിക്കും. ഏതോ ഒരു തള്ള വീൽ ചെയർ എടുത്തെറിഞ്ഞ് ചോടി വന്ന് അത് തന്നെ കൂടെ ബാക്കി വീൽ ചെയറുമായിട്ട് വന്ന തള്ള അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. 1, 2 രോഗിയെ സൗഖ്യമാക്കി
ഏതാ? യേശു ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവിടുന്ന് നിന്റെ മേൽ കൈവച്ചാൽ വിടുതല. ഉപദേശമാര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ കൈയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ ടൈം ആയതുകൊണ്ട് ദൈവം നിന്നെ വിടിവിക്കുന്നതാണ്. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. അപ്പോൾ ഒന്നോ രണ്ടോ അത്ഭുതം ചെയ്തേച്ച് പരിവക്കാടായി പോയ ആളല്ല ക്രിസ്തു. അവിടുന്ന് അനേകം അത്ഭുതം ചെയ്തു. അതാ ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. യേശു ചെയ്ത ധാരാളം കാര്യമുണ്ടെന്ന്. ആ 21-ാം അധ്യായത്തിന്റെ 25 വായിച്ചു. അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചു. അകലത്തിരിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെയോ ഒന്ന് നോക്കുമ്പോൾ തിട്ടം വരാൻ വേണ്ടി 21-25. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. യേശു ക്രിസ്തു ചെയ്ത അനേക അത്ഭുതമുണ്ട്, മറ്റു പലതുണ്ടെന്നാ. അത് ഓരോന്നായിട്ട് എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും വെട്ടമുണ്ടോ അല്ലെ? ഒതുങ്ങയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. വെളിച്ചമുണ്ടോ? നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ചെയ്ത അത്ഭുതങ്ങൾ നിരവധിയാണ്. ഓരോന്ന് എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. ഒരു മരിച്ച ഒരാളെ മാത്രമല്ല യേശു ഉയർപ്പിച്ചത്. ഇതിനകത്ത് ചിലരെ പരാമർശിച്ചെങ്കിലും തന്റെ അടുക്കൽ വന്ന ഡെഡ് ബോഡി ഒന്നും കൊണ്ട് അടക്കിയിട്ടില്ല. വന്നതെല്ലാം ഉയർപ്പിച്ചു. ഒടുവിൽ അവിടുന്ന് ഉയർത്തു. പ്രൈസ് ദി ലോർഡ്. തന്റെ അടുക്ക വന്ന മുടന്തന്മാരെ യേശു സൗഖ്യമാക്കി. കണ്ണുപൊട്ടർക്കെല്ലാം യേശു സൗഖ്യം കൊടുത്തു. വന്നവർക്കാർക്ക് നിരാശ വന്നിട്ടില്ല. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ യേശു. പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. 1000 ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതില് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. ഇന്ന് രാത്രിയും നീ വിശ്വസിച്ച് യേശുവിന്റെ അടുക്ക വരുന്നെങ്കിൽ നിനക്ക് നിരാശ മാറ്. നിന്റെ പ്രശ്നത്തിന് യേശു പരിഹാരം തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു 1-2 അത്ഭുതം ചെയ്തേച്ച് പരിവക്കേടായി പോയില്ല. നിരവധി അത്ഭുതം ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒരകത്ത്. എന്നാൽ തിരഞ്ഞെടുത്ത ഏതാനും ചെറിയ അത്ഭുതങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. അതെന്തിനാന്ന് യോഹന്നാൻ തന്നെ ആൻസർ തരുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 30 വായിച്ചേ. 1-2 ചില അത്ഭുതങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്തിനാണെന്ന് 20-30 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല. അതാ ഈ പുസ്തകത്തിൽ വേറെ പുസ്തകങ്ങളുണ്ട്, അതിലെ കാര്യമൊന്നുമല്ല. ഈ പുസ്തകത്തിലെ കാര്യമാണ്. വേറെ പുസ്തകങ്ങൾ ധാരാളം. ഈ പുസ്തകം എന്ന് പറയാൻ കാര്യം ഈ ഒരൊറ്റ പുസ്തകത്തിന് ഈ പേരുള്ള സത്യവേദ പുസ്തകം. അതാ ഈ പുസ്തകം. വേറെ പുസ്തകമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കെട്ടുകണക്കിന് പുസ്തകം ഇരിക്കുന്ന സ്ഥലവും ഉണ്ട്. പുസ്തകം എഴുതുന്നവരോട് ഇപ്പോഴാണ് എല്ലാവരും അങ്ങ് പുസ്തകം എഴുതുക. പുസ്തകം എഴുതിയിട്ട് പെമ്പിള്ളയുടെയും പുള്ളിയുടെയും ഫോട്ടോ 3 എണ്ണം. ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ലേഖകന് 7 പിള്ളേര്. മൂത്തമോൻ സാങ്കുട്ടിയും ഫാമിലിയും. പുസ്തകം ഞാനൊന്നും പറയുന്നില്ല, വെറുതെ. ചിലപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അലോഗ്യം ഉള്ളവർ കാണുമായിരിക്കും. അയാളെ വിളിക്കേണ്ട, അയാൾ വായി തോന്നുന്നതല്ല. ഇതിനകത്തൊക്കെ ചിലപ്പോൾ കാണും. പിന്നെ എനിക്കറിയരുതോ, നമ്മള് 30 കൊല്ലമായിട്ട് ശ്വാസം ചൊതിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആരുടെ നേരാന്നോ എന്നെ? ദൈവം ഒരിക്കലാണ്. ഇനിയിപ്പം പോട്ടെ. സ്തോത്രം. എന്താ മാത്തു ചായല നടക്കുന്നേ? മഴ വരുന്നെങ്കിൽ എല്ലാവരും അകത്തോട്ട് കയറിയിരിക്കാൻ പറ. ഇത് മൂടണമല്ലയോ? അത് 2 പേര് പോയാൽ മതിയല്ലോ. മുറ്റത്ത് നിൽക്കുന്നതിന് അകത്ത് കയറാൻ ദൈവം വഹിക്കുന്നതാ. പിന്നെ അത് ചെയ്യുവാ തന്നെയല്ലേ. യോഗ വെച്ചിട്ട് താമസിച്ചേ നിർത്തുള്ളൂ. അതിനാ മഴ ഒരു 10:30 വരെ മഴ പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക.
യേശുക്രിസ്തു ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. എന്നാൽ തിരഞ്ഞെടുത്ത ഏതാനും അത്ഭുതങ്ങളാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് യോഹന്നാൻ തന്നെ ആൻസർ തരിക. 20:30 ദൈവദാസൻ ഒന്നുകൂടെ വായിച്ചാട്ടെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല. ഈ പുസ്തകം ഏതാ? സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല, ആർക്കും ഉണ്ടാക്കാനും ഒക്കുകയില്ല. ഈ പുസ്തകം എടുത്തോണ്ട് നടക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അഭിഷിക്തന്മാരോട് ഒന്നുകൂടെ ഊന്നി പറയുക, ഇതെടുത്തത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇതിനകത്തെ 10 വാക്യം വിളിച്ചു പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഞായറാഴ്ച വലിയ പ്രസംഗ പാഠവുമില്ലാലും സങ്കീർത്തനം വായിച്ചു 2 വാക്യം പറയുന്നത് ഒരു ഭാഗ്യമാണ്. അനേകർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം. എന്തുവാ സന്തോഷമില്ലാതിരിക്കുന്നേ? ഞാൻ വന്ന ഇഷ്ടപ്പെട്ടില്ലയോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്ന് സന്തോഷം എന്നാ ഉഷാറായിട്ടിരിക്കും. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പിന്നെ നിങ്ങൾ എന്നോട് വൈരാഗ്യം ഉണ്ടല്ലോ, അങ്ങ് ചിരിച്ച് കാണിക്കുക. അപ്പൊ എനിക്ക് സ്തോത്രം ഒരു സന്തോഷം ഉണ്ടാകുകയല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകം എടുക്കാനിടയായതൊരു എൻ്റെ അപ്പന് കള്ള് ഷാപ്പിലെ ജോലിയായിരുന്നു. കള്ള് ഷാപ്പിലെ സപ്ലയർ ആയിരുന്നു. ഞാൻ കാരണം പുള്ളി യൂണിയനാ, CI2 തൊഴിലാളി യൂണിയനാ, ചെത്തു തൊഴിലാളി യൂണിയനിൽ പെട്ടയാളാ. അപ്പൊ ഞാൻ ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അപ്പൻ ചാകുവോ, അപ്പൻ ജോലി വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് കിട്ടും. കപ്പയും കള്ളും എടുത്ത് നടക്കണ്ട ഞാനാ. നിനക്ക് മനസ്സിലായോ? നീ ദൈവത്തെ സ്തുതിക്കേ. നീ മെനക്കെട്ട് വന്നിരിക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ. നീ യേശുവിനെ അറിഞ്ഞെന്ന് ഈ മാർഗത്തിൽ നീ വന്നെന്നാ പറഞ്ഞത്. കൊച്ചമ്മയെ ദൈവത്തെ സ്തുതിക്ക്, നന്നായിട്ട് സ്തുതിക്കേ, നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ ആള് കളിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മുടെ ഭാഗ്യം. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ഭേദമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. ഭരണമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രം. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമ സഭക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയ പരമ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട്ടത്തിർപ്പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രം. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമ സഭക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. അപ്പൊ ഈ വേദപുസ്തകം സത്യവേദ പുസ്തകം, ഇതുപോലൊരു പുസ്തകം ഉണ്ടാകാൻ ഒക്കത്തുമില്ല. ആകാശവും ഭൂമി മാറിപ്പാലും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലെന്നുള്ളതാണ്. അന്നേരം നീ വേദപുസ്തകത്തിന്റെ പുറത്ത് കൊച്ചുങ്ങളെ വെച്ച് തുള്ളിക്കുന്നു, സഭായത്തിന് വന്നേച്ചു.
എന്നെ പോലെ അന്നേരം വേറെ പുസ്തകം പിടിച്ചോണ്ട് ഉപദേശി, ഞാൻ വെക്കുന്നില്ല, ഈ കോഴി വിൽക്കുന്നവൻ നടക്കുന്ന പോലെ നടക്കുക. എന്നുവെച്ചാൽ ബാക്കി ഞാനിപ്പോൾ പറയുന്നുമില്ല. അത് MT മാത്യു അപ്പച്ചൻ, മൈക്ക് മത്തായിച്ചൻ ചർച്ചക്കോട്ടിലെ പറയായിരുന്നു, മോനെ അങ്ങനെ വഴിയിലെങ്ങും നിൽക്കരുത്. നിൽക്കുന്ന എന്തിനാന്ന് ഇപ്പൊ ഞാൻ പൊതുവിൽ ഞാനൊരിക്കലെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ള പുള്ളിയോട് പറഞ്ഞു, ഇതൊന്ന് പിടിച്ചാട്ടെ. ഞാൻ അങ്ങോട്ട് മാറി, മനസ്സിലായല്ലോ. മാറി വെച്ച പുള്ളി 2 എണ്ണം വെച്ചോണ്ട് ആ കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്നത് കത്തോലിക്കരെയാണ്. വലിയ വായനയും ധ്യാനവും പഠനവും ഒന്നും ഈ പുസ്തകത്തോടുള്ള ബന്ധത്തില്ലെങ്കിലും ഭക്തിയോടാ കൊണ്ട് നടക്കുന്നത്. കണ്ടിട്ടുണ്ട് ചിലരെടുത്ത് ഒരു ഉമ്മയും കൂടെ കൊടുക്കും. നല്ല കാര്യം നല്ലതാണെന്ന് പറയണ്ടേ. ഇത് വ്യവസ്ഥപ്രകാരം എടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല. നമ്മുടെ ആൾക്കാർ പറയും ഇതെടുത്തവർക്ക് ആർക്കും ഒരു ദോഷമോ, അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. ഇത് വ്യവസ്ഥപ്രകാരം എടുത്തവർക്കാർക്കും. ഇത് ആണ്ട KP ആനന്റെ അവിടെ ലോഡ് കണക്കിന് ഒരുത്തൻ ചുമ്മിക്കൊണ്ട് ഗോഡൌണിൽ കയറ്റി, അവനിപ്പം വീട് വലിച്ചു കിടക്കുന്നു. അവന് ഇപ്പൊ ചുമ്മിയ വിഷയമൊന്നും ആരും, അത് അവന്റെ ഡ്യൂട്ടി ആയിരുന്നു. പാണ്ടിലോറിക്കകത്ത് ചുമ്മുന്നതല്ല വിഷയം, വ്യവസ്ഥയോട് എടുക്കണം, ഇതിന്റെ പ്രമാണത്തിൽ നിൽക്കണം. അങ്ങനെ എടുക്കുന്നവർക്കും അവന്റെ സന്തതിക്കും ഒരു ദോഷവും വന്നിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാ കണ്ടങ്കേരിക്കാര്. അതിന് കണ്ടങ്കേരി പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു, നിങ്ങളുടെ വീട്ടുപേര് പറ, അതുകൂടെ പറയാം. പറ, വീട്ടുപേര് പറ. സ്വതം. ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെയും നിന്റെ സന്തതിയെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് സത്യവേദ പുസ്തകം. സ്തോത്രം. അല്ല, ഈ പുസ്തകത്തിൽ അതാ എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ ദൈവദാസനെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. യേശുവിന്റെ അത്ഭുതമെല്ലാം കാണുകയുള്ളതാ. ഒരുത്തം മുടന്തി നടക്കടാന്ന് പറഞ്ഞു. അന്നേരം അവൻ നടന്നു. അല്ലാതെ വയറ്റിനകത്തൊരു മുട, അതാരും കാണുന്നില്ലല്ലോ. ആരും കാണാതാണോ ചെയ്തേ? മുടയുടെ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ ഉണ്ട്. ഒരാൾ പറഞ്ഞാച്ചാ മുഴപ്പാസ്ത്ര ഇന്ന് വരുന്നെന്ന്. അവന് മുഴയാ, മുഴയുടെ ആളാ. അജിയെ ഇത് മാത്രം കട്ട് ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് നിന്റെ കാല് ഞാൻ പിടിക്കുക. മുഴപ്പാസ്റ്റർ യേശു ചെയ്ത അത്ഭുതങ്ങളല്ലേ എല്ലാരും കാണുകയാണ്. 38 വർഷം കൊളക്കര ഒരുത്തൻ കിടക്കുക, സീനിയറാ. അവനാണ് സെന്ററിലെ സീനിയർ. പക്ഷെ നടക്കാൻ മേല, അനങ്ങാൻ മേലെന്ന്. സെന്ററാ, പക്ഷെ ഓവർസിയറാ. ഒരു സ്വോത്രം പോലും ആയത്തിൽ പറയുകയല്ല. കസാര നടച്ചിങ്ങനെ ഇരിക്കുക. എന്തിനാടാ? പാപത്തിന്റെ അധീനതയിൽ നിന്ന് നിന്നെ വെടിവെച്ച ദൈവത്തെ, രോഗശാന്തി തന്ന ദൈവത്തെ, സമാധാനം തന്ന ദൈവത്തെ, നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ അവസരം കിട്ടുമ്പോഴല്ല നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്ത. നിനക്ക് 70 കിലോ ഉണ്ടല്ലോ, നീ 1/2 കിലോയുടെ സ്വോത്രം പറഞ്ഞോ വന്നിട്ട്. നീ കുട്ടത്തി മാക്കറി ഇരിക്കുമ്പോൾ ഇരിക്കുകയല്ലേ. 70 കിലോ. മാത്തുച്ചൻ എത്ര കിലോ ഉണ്ട്? സത്യം പറ, ഉദ്ദേശം പറ, എത്ര കിലോ ഉണ്ട്? 65 കിലോ കാണുമോ? അസ്ഥിമൂപ്പുണ്ടല്ലോ, 65 കാണും. ഒരു 1.5 കിലോയുടെ സ്വോത്രം പറഞ്ഞു. ഈ ടൈപ്പ് സാധനം ഇറക്കിക്കോണം. നമ്മുടെ കടശ യോഗമാണ്. ഈ ടൈപ്പ് സാധനം ഇന്ന് രാത്രി ഇറക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ രക്ഷിച്ച യേശു, നമ്മെ വിടുവിച്ച യേശു, നിന്നെ തെരഞ്ഞെടുത്ത യേശു, ഈ മകനെ ശുശ്രൂഷയ്ക്ക് നമ്മെ ആക്കിയ യേശു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. 38 വർഷമായിട്ട് കൊള്ളക. അവൻ സീനിയറാ. യേശു ഇവന്റെ കിടപ്പെല്ലാം കണിച്ചു.
ഞാനൊരു പേരിടുക, തോമാച്ച സൗഖ്യമാകാൻ മനസ്സുണ്ട്. പുള്ളി പറഞ്ഞു ഞങ്ങൾ നിരണംകാരാ. നീ ഏത് നിരണോ കുരണോ ആയാലും നീ മാനസാന്തരപ്പെടണം. തോമാസ് നിരണത്ത് വന്നെന്ന് പറഞ്ഞപ്പോ ഒരു കടവുണ്ടാക്കി, തോമത്ത് കടവ്. നീ ആ കടവിന്റെ അടുത്ത് കടന്നാ നീ സ്വർഗത്തിൽ പോവോ? നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ കടവ് കെട്ടിപ്പൊക്കുകയല്ല ചെയ്യേണ്ടത്, നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം, സ്തോത്രം. ഞാൻ നിരണത്തെ പനച്ചുമൂട്ടിലെയാ, കണ്ടങ്കാരിയിലെയാ, കാട്ടുനിലത്തെയാ. ഇവിടുത്തെ ഏരിയയുടെ വീട്ടുപേര് പറയാ. കുടുംബമൊക്കെ നല്ലതാ, നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. നിരണപ്പള്ളി ഇരിക്കുന്ന ഞങ്ങളുടെ വസ്തുല അപ്പച്ചന്മാര് കൊടുത്തതാ, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. നീ യേശുവിനെ അറിയണം. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോകില്ലെന്ന്. ഈ 38 കണ്ടു തോമാച്ച കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നാ തോമ പറയാ വെള്ളത്തിൽ ഇറക്കാൻ ആരുമില്ലെന്ന്. എടാ നിന്നോട് അതാന്നോ ചോദിച്ചേ? സൗഖ്യമാകാൻ എന്തായാലും കൊള്ളാം. അവൻ കിടക്കെടുത്ത് സ്തോത്രം. എല്ലാരും കാൺക ചെയ്തെന്നാ. അത് പറയാനാ ഇത്രയും പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചാ വാക്യം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അല്ലാതെ ആരും കാണാനല്ല. ചെയ്ത അത്ഭുതങ്ങളെല്ലാം കാണുകയാ. അങ്ങനെ ഇന്നും അത്ഭുതം നടക്കുന്നുണ്ട്, ഇന്നും വിടുതൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പല മിടുക്കന്മാരും കാണാത്ത അത്ഭുതങ്ങളാ ചെയ്യുന്നത്. അതെ, വിവരിക്കുന്നില്ല. അനേക അത്ഭുതം യേശു ചെയ്തു, ശിഷ്യന്മാർ കാണുക ചെയ്തു. അടുത്ത വാക്യം വായിരേ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന്, എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, നിങ്ങളെല്ലാവരും വിശ്വസിക്കണം. ഇവിടെ കൂടിയിരിക്കുന്നവരും ഓൺലൈനിലുള്ളവരും ഈ നാട്ടുകാരും ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്നവരും ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. ആമേൻ. അത് വിശ്വസിച്ചാൽ മാത്രം പോരാ. അടുത്ത വാക്യം, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് അതിനാ ഇത് എഴുതിയേക്കുന്നത്. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. ഒന്നുകൂടെ കടത്തി പറഞ്ഞ നിത്യജീവൻ ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ അനുതാപത്തിൽ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ ക്ഷമയരുളും നിശ്ചയമാ ക്ഷമയരുളും നിശ്ചയമായി മൺമയമാ കാൺമതെല്ലാം മായയത്രേ കാൺമതെല്ലാം മായയത്രേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു വന്ന് വിശ്വസിക്കണം. വിശ്വസിച്ച് മാത്രം പോയാൽ പോരാ, നിത്യജീവനും പ്രാപിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, നീ പദയാത്ര നടത്തണ്ട, ഉരുളുകയും വേണ്ട, ചെരുപ്പിടാതെ ഈ റോഡെ കൂടെ നടക്കുകയും വേണ്ട. അങ്ങോട്ട് ചെരുപ്പിടാന്നൊക്കെ ഇങ്ങോട്ട് വണ്ടിയെ പോരും.
എന്റെ തങ്കച്ച, നീ ആണ്ടോടാണ്ടിക്ക് ചെരുപ്പിടാതെ ഈ റോഡ് നടന്നാലൊന്നും പിന്നെ നല്ലതാ. നിന്റെ പ്രഷറും കൊളസ്ട്രോളും കുറെ. അതാ പറഞ്ഞ, ഞാൻ പോയിച്ച് വന്നപ്പോ ഒത്തിരി വിടുതല. കാരണം ഇവൻ നല്ല ചിമിട്ട് തീറ്റി നിന്ന് വെച്ച് പരിക്കാതിരുന്നവനാ. 2 ദിവസം കണ്ടമാനം നടന്നപ്പം അല്ല, നീ അവിടെ ചെന്ന് തൊട്ട് വന്നിച്ചപ്പോ കിട്ടിയതാണോ? ഞങ്ങളുടെ വീട്ടിൽ 2 കട്ടിൽ കിടപ്പുണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പിന്നെ നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ അതോ തല്ലുകൊള്ളുകയെന്ന്? നമ്മളെല്ലാവരും തല്ലുകൊള്ളും. എനിക്ക് കിട്ടുന്നതിന്റെ വീതം ഞാൻ നിങ്ങൾക്കും തരും. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മ ഒന്നിച്ച് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞ പോലെ നാം ഒന്നിച്ച് തല്ലും കൊള്ളണം. കൊച്ചാന് ഞാനൊരു കൺസെഷൻ തരും. യേശു മാത്രമാ ദൈവം. അവിടുന്ന് മാത്രമാ സത്യദൈവം. അവിടുന്ന് മാത്രമാ നിത്യദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ചത്തതെല്ലാം ദൈവം അല്ലെന്ന്. ദൈവം അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേ ഉള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേ ഉള്ളൂ. ഏക സത്യദൈവമേ ഉള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേ ഉള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേ ഉള്ളൂ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിത്യജീവനും പ്രാപിക്കണം. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അതെ, ഓടിച്ചു പോകാം. ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്നും കൊണ്ട് തെളിയിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്കറിയാം. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മാത്തൂച്ചൻ ഹിന്ദി വരാതെ പറഞ്ഞത് ഇതാ ലോകത്തിൽ. ഞാനിത് കേട്ട് പറയുന്നു. എന്തുവാ ഹിന്ദിയിൽ എങ്ങനെ ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ. ദൈവത്തിന് നമ്മുടെ കൺവെൻഷൻ തീരെയല്ലേ. കടന്നു പോകുന്ന ക്രിസ്തുവേശുവിനെ ചൂണ്ടിക്കൊണ്ട് യാതൊരു സങ്കോചവും കൂടാതെ യോഹന്നാൻ സ്നാപകൻ പറയാ, അതാണ് ദൈവ കുഞ്ഞാട്. അത് മാത്രമാ ദൈവ കുഞ്ഞാട്. ആ കുഞ്ഞാടൻ വ്യക്തിക്കും കുടുംബത്തിനും, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. 22 വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. ലേവിയ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി. എന്നാൽ യോഹന്നാൻ 1 കുഞ്ഞാട് ലോകത്തിന്റെ പാപം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദൈവ കുഞ്ഞാടാകുന്ന ക്രിസ്തു ഇന്ന് രാത്രിയിലുണ്ട്. എനിക്ക് ഒരു 2 മണി ഇനി വിളിക്കുവാന്ന് അറിയത്തില്ല. വിളിക്കുകയാണെങ്കിൽ കാരണം ഈ പാട്ട് പാടുന്നത് കൊണ്ടാണ്. പാട്ടിന് സ്വരവും ട്യൂണുമൊന്നും അല്ല. അവര് ഗ്രേസും ഒക്കെ നന്നായിട്ട് നല്ല കണക്ക്. അച്ഛൻ പറഞ്ഞ പാട്ട് പാടാൻ പോവാ. പിന്നെ കാട്ടൂടയോ ശരണം. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപ്പാദം എന്റെ ശരണം.
ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഊനമില്ലാത്ത, പാപമില്ലാത്ത, പാപമേച്ചാത്ത, പാപം തീണ്ടാത്ത, പാപം ചെയ്യാത്ത, പാപപറിയാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. 1-ാം അധ്യായത്തിൽ ദൈവ കുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി തീർത്തു. സ്തോത്രം. കഴിഞ്ഞ ദിവസവും ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ വാറ്റാനുള്ള മർമ്മം പറഞ്ഞു തരികയല്ലായിരുന്നു. ഈസ്റ്ററിന് വാറ്റിയച്ച് വാറ്റാനുള്ള മർമ്മമൊന്നും അല്ലത്. സ്തോത്രം. അവിടുന്ന് അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വീട്ടിൽ വിളിച്ച് ചെയ്ത് തന്റെ മകത്വം അങ്ങ് വെളിപ്പെടുത്തി. തൊടുകൈക്കുള്ള ശുശ്രൂഷയാണ്. പച്ചവെള്ളത്തെ കനാവിലെ ഞാൻ പറഞ്ഞുകൊണ്ടാ പിന്നെ പാടുന്നത്. പിന്നെ കനാവിലെ കല്യാണ നാളിൽ, കനാവിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. അവർ 2-ാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. നിക്കോദോമസിനോടുള്ള സംസാര മധ്യേ അവിടുന്ന് നിത്യജീവന്റെ ദൈവമാണ്. സ്തോത്രം. വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, ശമരിയാക്കാരിയുമായുള്ള സംസാരം. ആ സ്ത്രീയുടെ മുൻകാല ചരിത്രവും ജീവിത ചര്യവും ഇപ്പൊ പറയുന്നില്ല, പല വാദങ്ങളുള്ളതാ. എന്തായാലും കൊള്ളാം. പരുവക്കേടാ. ആ പരുവക്കേടുള്ളവളൊരു എന്ത് മാന്യമായിട്ടാ യേശു ഇടപെട്ടെ അല്ലേ? കടത്തിങ്കര ഇരുന്നപ്പം അവൾ വെള്ളം കോരാൻ വന്ന യേശു ഇച്ചിരി വെള്ളം തരാമെന്ന് ചോദിച്ചു അല്ലേ? അവള് അടിമുടിയൊന്ന് നോക്കിച്ച് യഹൂദനായിരിക്കുന്ന നീ, അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഇത് യഹൂദനാണ്. ഇപ്പൊ ഈ പെന്തിക്കോസുകാരെ പെട്ടെന്ന് പിടികിട്ടുകയല്ലോ. പണ്ടൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ഉപദേശിയാ പോകുന്നത്. ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉപദേശിയാ, ചന്ത ചെല്ലുമ്പോൾ ഗുണ്ടുമണി വന്നതുപോലെ. ഗുണ്ടുമണി ബനിയന് വിട്ട് മസിലും കാണിച്ചു മറ്റേ എടുത്താട്ടെ ഏനാണിച്ചു. ഗുണ്ടുമണി ആദ്യം കേൾക്കാന്നോ? ആരാ കേട്ടെ ആദ്യമായിട്ട്? മോൻ ആദ്യമായിട്ട് കേൾക്ക? സ്തോത്രം. ദൈവത്തിന് മഹത്വം. പണ്ടൊക്കെ കണ്ടാൽ അറിയാം. അപ്പൊ ഈ കണ്ടപ്പോളെ പിടികിട്ടി യഹൂദനാണെന്ന്. അല്ല, യഹൂദനായിരിക്കുന്ന നീ ശമരിയാക്കാരിയായി എന്നോട് തീണ്ടലല്ലേ? തീണ്ടൽ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. തീണ്ടല് എനിക്ക് തോന്നുന്നത് കുമാരനാശാൻ യോഹന്നാൻ 4 വായിച്ച് മനപ്പാടമാക്കി വന്നൊരു ഡൗട്ട്. യോഹന്നാൻ അല്ലെ ചണ്ടാല ഭിക്ഷുക്ക് എഴുതാൻ യാതൊരു സാധ്യത ഇല്ലെന്നാ എന്റെ വാദം. ഇല്ലേ? പഠിച്ചേ സ്കൂളില്ലേ? എവിടെ കെടികെട്ടിയ നിരണം കവികളാ കിടക്കുന്നത്. കണ്ണശ പണിക്കര്, കണ്ണശ കവികൾ, നിരണം കവികൾ. സ്തോത്രം. ചമ്പു ആട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പൊ ആശാൻ എഴുതി ചണ്ടാല ഭിക്ഷുകി യോഹന്നാൻ 4 കൃത്യം ആശയ ഗംഭീരനല്ലേ വായിച്ച് ഹൃദയസ്ഥമാക്കിയെന്ന എന്റെ വാദം. അല്ലെ, അത്ര കൊള്ളിച്ച് അതിൻ്റെ ഒരു പകർപ്പാ. സ്തോത്രം. സെയിമാ. കാരണം ആശാൻ ചണ്ടാല ഭിക്ഷുക്ക് എഴുതുന്നതിന് മുമ്പേ യോഹന്നാൻ 4 ഉണ്ട്. അതുകൊണ്ടാ ഈ സ്ത്രീയോട് യേശു കുടിക്കാൻ വെള്ളം ചോദിച്ചു. അത് തന്നെയല്ലേ ഈ ആശാൻ? ദാഹിക്കുന്നു ഭഗിനി കൃപാരത മോഹനം കുളിർ തണ്ണീർ താജുനി
ഓമല്ലേ തനൂതെല്ലാം നദൂ കേട്ട് മനോഹരി. നിങ്ങൾ ആരും പഠിച്ചല്ലേ? അന്ന് ക്ലാസ്സിൽ പോയില്ലേ? അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി രാജമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ. അവിടെ നമ്മുടെ വിഷയം അതല്ലല്ല. അല്ലെ ഇനിയും അത് കട്ട് ചെയ്ത് വെച്ച് പറയും പുള്ളി ഇപ്പൊ സുവിശേഷം വന്നല്ലോ, അത് ചണ്ടാല വിഷയം പ്രസംഗിച്ച് അടക്കാന്ന് പറയും. ഇത് പേടിയായതുകൊണ്ടാണ്. വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? അല്ല ഇപ്പം സുവിശേഷം ഒന്നും അല്ല പറയുന്നത്. നിരണം UPF അന്ന് ചണ്ടാല വിഷയമായിരുന്നു പുള്ളിയുടെ സബ്ജക്റ്റ്. വെറുതെ എന്തിനാ നാശം ഒപ്പിച്ച്. അതിനാ ഞാൻ പറഞ്ഞ മൊത്തം വിടണമെന്ന്. മൊത്തം വിട്ടാൽ എനിക്കൊരു കുഴപ്പവും അല്ലേലും എനിക്ക് കുഴപ്പമില്ല. പണി നോക്കാൻ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സ്ത്രീയോട് എന്ത് മാന്യമായിട്ടാണ് യേശു ഇടപെട്ടത്. കണ്ടോടനെ അവിടെ മുൻകാല ചരിത്രമൊന്നും യേശു എണ്ണിയില്ല. വെള്ളം പെട്ടെന്ന് കൊണ്ടുപാടിയില്ല, നിന്റെ വിഷയം ഞാൻ വാട്സപ്പിനകത്തിടും. ഞാൻ എന്തിന് ഞാൻ അല്ല ഇന്നത്തെ ഉപദേശമാരോ എല്ലാവരും അല്ലെങ്കിലും വിശ്വാസിയോ സെക്രട്ടറിയോ ഖജാൻജിയോ കമ്മിറ്റിയോ കുന്തമോ കോടാലി ആണെങ്കിൽ ഇടഞ്ഞാൽ ഉടനെ പറയും ഞാനിപ്പോൾ ലൈവിൽ വരും. ശമരിയാക്കാരുടെ വിഷയമായിട്ട് ഞാൻ ലൈവിൽ വരും, ഞാൻ പത്രസമ്മേളനം. പോടാ നിന്റെ കുത്രസമ്മേളനം. എടാ ഏത് മനുഷ്യന് ഉറച്ചു നിന്ന ശ്വാസമാ. നിന്നേക്കാ കൊലവമ്പനെ കോവിഡ് കൊണ്ടുപോയി തങ്കച്ചാ. നീ ദൈവദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, സഭയുടെ നടത്തിപ്പുകാർക്കെതിരെ നീ കളിച്ചാൽ, നിന്റെ സെക്രട്ടറി ആ കുന്തം അടിച്ച് നിന്റെ ഇടപാട് ദൈവം തീർക്കും. നിങ്ങളൊരു സ്വത്രം പറഞ്ഞു. നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യം. ഞാൻ ആ തല്ല് മേടിക്കുന്നാലും നിങ്ങൾക്ക് ഗുണം വരികയല്ലേ? നിങ്ങൾ പറഞ്ഞ മസിൽ പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്ത് മാന്യമായിട്ട് ആ സ്ത്രീയോട് യേശു ഇടപെട്ടത്. സംസാരം തുടങ്ങിയപ്പോൾ അവൾ മനസ്സിലായി യഹൂദനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ലൊരു മനുഷ്യനാ. അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ പ്രവാചകനാ. ഒടുവിൽ മനസ്സിലായി മിശിഹായാണ്. അതാ യേശുവിന്റെ മഹിമ. നമ്മളാണ് സംസാരം തുടങ്ങുമ്പോൾ പറയും മിശിഹായാന്ന്. 2 കൊല്ലം പാസ് ഇരുന്ന് കഴിഞ്ഞ് പറയും മിശിഹാ എന്നുമല്ല, പുള്ളി പ്രവാചകനാ. ഇടയ്ക്കിടയ്ക്ക് ഒരു കുടച്ചിലും ഒരു ദൂതുമുണ്ട്. 4 കൊല്ലം കഴിയുമ്പോൾ പറയും ഓ അയാൾ പ്രവാചകനൊന്നുമല്ല, ഒരു 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 പാസ്റ്റർ. 5-ാം കൊല്ലം പറയും ഇയാള് ബയൽസബൂലാ കേട്ടോ, ഇയാളെ നമുക്ക് അട്ടപ്പാടിക്ക്. എന്നാൽ യേശു അങ്ങനല്ല. അടുക്കും തോറും, അനുഭവിക്കും തോറും, രുചിക്കും തോറും, ചേർന്ന് ചെല്ലും തോറും ഇതുപോലെ ശ്രേഷ്ഠൻ, ഇതുപോലെ യോഗ്യൻ, ഇതുപോലെ മഹിമയുള്ളവൻ, ഇതുപോലെ മഹത്വമുള്ളവൻ, ഇതുപോലെ യോഗ്യൻ ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നിതുപോൽ തന്നവതാരം നിസ്തുലമോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. ഓ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവൻ എവിടെ ഇരിക്കുന്നു?
അതാ ഞാൻ തൊടുകൈക്ക് പറഞ്ഞ് അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്ക്, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്ക്, അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്ക്, അനുധാവനം ചെയ്യുന്നെങ്കിൽ യേശുവിനെ അനുധാവനം ചെയ്യ്, സേവിക്കുന്നെങ്കിൽ യേശുവിനെ സേവിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. 4-ാം അധ്യായത്തിൽ ആ സ്ത്രീയോട് മാന്യമായി ഇടപെട്ട ആത്മാവായ ദൈവം ആരാധനാഭിഷേകത്തില്ല. 5-ാം അധ്യായത്തിൽ സകല ദീനവും വ്യാധിയും പൊറുപ്പിക്കുക. 5-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചേരും പാസ്റ്ററെ. യോഹന്നാൻ 5:1. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. നല്ല സ്ഥലത്തായിരിക്കുന്ന, പക്ഷേ നടക്കാനും എഴുന്നേക്കാനും വയ്യ. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം സകല കേസും വന്ന് കിടക്കുന്ന ഇടവാ ആട്ടുംവാതിക്കല്. സ്തോത്രം. ഒരെണ്ണത്തിന് സുഖമില്ലെന്നുള്ളതാണ്. ആട്ടെ, എനിക്കതൊക്കെ നിന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഞാൻ കൂടെ വായിച്ചേ നോക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും അവിടുന്ന് പൊറുപ്പിക്കുക. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം. സ്തോത്രം. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ, അന്ധകാര നിബിഡമായ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി നെട്ടോട്ടം ഓടുമ്പോൾ ക്രിസ്തു ഉച്ചസ്ഥലം വിളിച്ചു പറയാ, ഞാൻ ആ ലോകത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് നീ യേശുവിന് മെഴുകുതിരിയായിട്ട് നടക്കണ്ട. അവിടുന്ന് വെളിച്ചമാണ്. അവിടുന്ന് നിനക്ക് വെട്ടം തരുന്നത്. എൻ്റെ 50 പൈസയുടെ മെഴുകുതിരി കൊണ്ട് യേശുവെ വെട്ടം തരുന്നാട്ടെ. കത്തി തീരുമ്പം തങ്കച്ചൻ പുറകെ വരും. അത് തീരുമ്പം മറിയാമ്മ കൊച്ചമ്മേ യേശുവിന്. ഇനി എന്നാ ഇതിനൊക്കെ വിവരം ഉണ്ടാകുന്നേ? യേശുവിനാരും വിളക്ക് തെളിക്കണ്ട, അവിടുന്ന് ആ സാക്ഷാൽ വെളിച്ചം. ഇരുള് മൂടിയ ലോകത്തിൽ തപ്പിത്തേടി മനുഷ്യൻ നടക്കുമ്പോൾ അവൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിലേക്ക് വരണം. ലോകത്തിന്റെ വെളിച്ചമാണ്. അതെ, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ അവിടുന്ന് സൗഖ്യമാക്കി. പിറവിയിലെ കുരുടൻ. സ്തോത്രം. അവന്റെ അപ്പനാന്നോ അമ്മയാന്നോ പാപം ചെയ്തത് ഇവൻ ഈ പരുവക്കേട് വരാൻ കാര്യം ഒറ്റ വാക്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ എന്ന് പറഞ്ഞ അന്യോന്യം പഴി ചാരുകയും കുറ്റം വിധിക്കുകയും വേണ്ട. നീ വിശ്വസിക്ക്, ദൈവത്തിന്റെ മഹത്വം കാണും. അവരുടെ കുഴപ്പമാ ഇവരുടെ കുഴപ്പം അതൊന്നും പറഞ്ഞ് തടി തപ്പണ്ട. നീ ദൈവത്തിൽ വിശ്വസിക്ക്, ഇന്ന് രാത്രി അവിടുത്തെ മഹത്വം കാണും. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ക്രിസ്തു ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. അതാണ് 10-ാം അധ്യായത്തിലെ വിഷയം. അതെ, 11, 12 അധ്യായം നമുക്കറിയാം. ചേർത്ത് അങ്ങോട്ട് പഠിച്ചാൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമാകുന്ന ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. എത്ര പേരെ യേശു രക്ഷിച്ചു, എത്ര കുടുംബങ്ങളെ യേശു രക്ഷിച്ചു. ഇന്നും അവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 11, 12 അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ജീവനുള്ള ദൈവം. നമ്മൾ 14-ാം അധ്യായമാണ് വായിച്ചത്. 14-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ കാണുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ 14-ാം അധ്യായത്തിൽ ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാരണം 13 ചിന്തിക്കുന്ന നല്ലതാ. വേദപുസ്തകം പഠിക്കുന്ന പ്രസംഗിക്കുന്നവരായി ഇവരെല്ലാവരും എന്നേക്കാൾ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരും ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പേ ശുശ്രൂഷ ചെയ്യുന്നവരായി ഇവിടെ ഇരിക്കുന്നവരും ബഹുമാനിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തിട്ടമാണ്. 14-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യവൃന്ദങ്ങളോട് പറയുക, ഹൃദയം കലങ്ങരുത്. അത് പറയാൻ കാരണം 13 പഠിക്കണം. നമുക്കറിയാം, ഒറ്റ വാക്ക് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം എന്തുവാ? ഒറ്റ വാക്കിൽ ശൂശു എന്ന് വെക്കാതെ ഒരാൾ എഴുന്നേറ്റ് ഒറ്റ വാക്കിൽ യോ കാല് കഴുകി ഒറ്റ വാക്കിൽ അങ്ങ് പറയാം. ഈ ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കടിച്ചവൻ തന്നെ വിഷമെടുക്കണമെന്ന്. അപ്പോൾ ഞാൻ തന്നെ അങ്ങ് വിഷമെടുത്ത്, പിന്നെ നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ മറുപടി പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് തെളിയണ്ട. അപ്പം ഞാൻ തന്നെ അങ്ങ് തെളിയാം. അതാ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്ക് പറഞ്ഞ പെസക. സ്തോത്രം.
അപ്പൊ ഈ പെസക ആരംഭിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാര് വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടെ പെസക ഒരുക്കണ്ടേ? ശാല. ആ കാരണം കയറി കിടക്കാൻ ഇടമൊന്നുമില്ല. അതുകൊണ്ടാ. ഇതുപോലെ ഓഡിറ്റോറിയമോ ഹാളോ ഒന്നുമില്ല. സ്തോത്രം, ഒന്നുമില്ലെന്ന്. നമുക്കന്ന് എവിടെല്ലാം ഉണ്ടെന്ന് തന്നെ ഇപ്പം ഡൗട്ടിലിരിക്കുക. സ്തോത്രം. നാളെ ഞാനൊരാൾ ചോദിച്ചു, പിന്നെ ഭാര്യയുടെ വീട്ടിൽ ചില സ്ഥലമുണ്ട്. നേരെ അത് ഞാൻ മറന്നുപോയെന്ന്. തിട്ടമില്ല എവിടെയൊക്കെയാണ്. അപ്പൊ യേശുവിന് കയറി കിടക്കാൻ ഇടമില്ല, യോഗം നടത്താൻ സ്ഥലമില്ല. വല്ലവരുടെ പടകിലൊക്കെ ഇച്ചിരി നീക്കൊന്ന് ഇരുന്ന് ഇച്ചിരി പ്രസംഗിക്കട്ടെ. സ്തോത്രം. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാകി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി ഭൂലോകത്തിൽ സഞ്ചരിച്ചു. വഴിയാധാര ജീവിയായി ഭൂലോകത്തിൽ സഞ്ചരിച്ചു. മുതലില്ലാതെ അലചായ്പാനും സ്ഥലമില്ലാതെ മുതലില്ലാതെ അലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ഒന്നുമില്ലാത്തവനായി. അതുകൊണ്ടാ ശിഷ്യന്മാര് വന്നിട്ട്, ഗുരു, എവിടാ ഞങ്ങൾ പെസക ശാല? അപ്പൊ കർത്താവ് ഒരു പ്രവചനം എന്നവണ്ണം പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എതിരെയുള്ള ഉറക്കെ പറ, നന്നായിട്ട് പറ, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലോ പെസക ഒരുക്കാനോ? അവിടെ പോയത് കഴുത അടിച്ചുകൊണ്ട് വരാനാ. നഗരത്തിൽ. മർക്കോസ് 14 എന്നെ നോക്കാതെ വായിക്കാൻ. മർക്കോസ് 14:12 അതിന്റെ താഴെ കണ്ണിക തുടങ്ങുന്നിടത്ത്. പെസക കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസക കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലും. നഗരത്തിൽ. ഗ്രാമത്തിലോട്ട് വിട്ടത് കഴുതയെ കൊണ്ടുവരാനാ, യെരൂശലേമിലേക്ക് പോകാൻ. വന്ന് നഗരവേദ ഗ്രാമവേദാന്ന്. അപ്പൊ എന്തായാലും നഗരത്തിലോട്ട് ചെല്ലണം. ഇനി സമയമില്ല, അതുകൊണ്ടാ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട്, അങ്ങനല്ലേ മാത്തുച്ച? ഒരു മനുഷ്യൻ ഒരു കുടം, അവിടെ ഒരു കുടം വെള്ളം, ഒരു കുടം വെള്ളം. എന്തായാലും അവൻ ജോലി ചെയ്യുന്നവനാ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കുകയല്ല. ഇതെടുത്തേ, ഇതൊന്നും എടുക്കാൻ. രാവിലെ നീ ഒരു ജോലിയും ചെയ്യാറ്, മോളി കാപ്പി എന്തേലും ചെയ്യേ. ഒരു ജോലിയും ചെയ്യാതെ തിന്നുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? മിണ്ടുകയല്ല. ഒരു ജോലി, ചുമ്മാ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക, കാപ്പിയും ചായയും കൂടെ കുടിച്ച് അപ്പോൾ കറിയും കഴിച്ച്. എന്നെ ആർക്കും അനക്കമില്ലാത്ത നിന്റെ വീടല്ലേ, എന്തേലും ഒരു ജോലി ചെയ്യേ. സ്തോത്രം ചെയ്യണ്ടേ? ആ തള്ളക്ക് വയ്യ, ഒരു തേങ്ങയെങ്കിലും തിരുമ്മി കൊടുക്കടാ. തള്ള അതിന് മുള കുടച്ച് നിനക്ക് തരിക. ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാരുണ്ട്, ചുമ്മാ ഇരുന്ന് രാവിലെ അങ്ങ് കഴിക്കുക. അതെ, ഇവിടെ അവൻ ജോലി ചെയ്യുന്നവനാ. ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അപ്പൊ എന്നാ ചെയ്യണം? അവന്റെ കുടം ഉരുട്ടി താഴെ ഇടണമെന്നാണോ?
അവന്റെ ഇപ്പോഴാണോടാ വെള്ളം കോരിക്കൊണ്ട് വരുന്നത്? ഞാൻ പിന്നെ ഇടം തപ്പി വരുമ്പം കുടം മറിച്ചിട്ട് അവൻ്റെ ഒരു തൊഴിയും കൊടുത്ത്, അങ്ങനെയാണോ? വായിച്ചേ. അവന്റെ പിന്നാലെ ചെന്ന് അവന്റെ പിന്നാലെ ചെല്ലണം. അവൻ കടക്കുന്നിടത്ത് അവനൊരു വീട്ടിലോട്ട് കടക്കും, നിങ്ങളും ആ വീട്ടിലോട്ട് കടക്കണം. ആ വീട്ടുടയനോട്, അപ്പോൾ അവനോടൊന്നും മിണ്ടണ്ട, അവൻ വെള്ളമായിട്ട് അങ്ങ് പോട്ടെ. ആ വീട്ടുടയവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു ഗുരു ചോദിക്കുമെന്ന് വീട്ടുടയവനോട് പറയണം. അപ്പം വീട്ടുടയവൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക, അങ്ങനെ മലയാളത്തിൽ വിരിച്ചൊരുക്കിയ വൻമാളിക എന്നാ. ഇംഗ്ലീഷ് വശമില്ലെങ്കിലും ഫർണിഷ്ഡ് റൂം എന്നാ ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? ഷോബിയുടെ ഇല്ല. ഇല്ലാഞ്ഞതും ഗുണമായി, ഞാൻ തെറ്റുകാരുന്നെങ്കിൽ. അപ്പർ റൂം എന്നാ വിരിച്ചൊരുക്കിയ വൻമാളിക. അതെ, ഇടയ്ക്കങ്ങ് അരി കട്ട് ചെയ്യുമ്പോൾ ഞാനും കട്ട് ചെയ്യും. ഇന്ന് അങ്ങനെ ഒക്കെ ഉള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. വിരിച്ചൊരുക്കിയ വൻമാളിക. ചുരുക്കി പറഞ്ഞാൽ യേശുവും ശിഷ്യന്മാരും പെസഹ കഴിപ്പാൻ ആ വീട്ടിൽ ചെന്നു. ഈ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയാൻ ഒരു കാരണം, ഈ വൻമാളികക്കകത്ത് യേശുവും ശിഷ്യന്മാരും ചെന്ന്. എൻ്റെ ഒരു ചെറിയ ഭാവനയാണ്, ഉപദേശമല്ല, ഭാവനയാണ്. അവിടുന്ന് ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നഗരത്തിലെ ടൗണിലെ വീട്, വൻമാളിക, മുഴുവൻ ഫർണിഷ്ഡ്, അപ്പർ റൂം, ഈ ശിഷ്യന്മാർ നല്ല കസാരയൊക്കെയാണ്. അപ്പൊ എൻ്റെ ചിന്ത, ഇത്ര കസാരയൊന്നുമല്ല, ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പോൾ ഈ വീടും ഫർണിഷ്ഡ് അല്ലേ, എല്ലാം കൂടെ കണ്ട അകവാള് വെട്ടി. അപ്പം അന്ത്രയോസ് 12 പേരല്ലേ, അങ്ങനല്ലേ? എന്തുവാ ചിന്നു, യോഗം നടക്കാന്ന് പറ, ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ, അന്നേരം യോഗം തീരുവുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വീട് കണ്ട് അന്തം വിട്ടുപോയി. കാരണം ഇവർ പലരും മുക്കുവ കുടുംബത്തിൽ ജനിച്ചവരും, കടപ്പുറത്ത് ജീവിച്ചവരും, വള്ളവും പടകും വലയും കടലും നയമ്പും ഒക്കെ ആയിട്ട് ഇടപെട്ടവരാ പലരും. ഉപദേശപരമായ വിഷയവും വലുതായിട്ട് അറിയത്തില്ല, ന്യായപ്രമാണമേ ചിലർക്ക്. പഠിപ്പില്ലാത്തവരുവാ. സാധാരണക്കാരാ. സ്തോത്രം ഹല്ലേലൂയ. സാധാരണക്കാരാ. ദൈവത്തിന് മഹത്വം. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇപ്പൊ ഇവിടെ പാടേണ്ടതാ, അതിന് നേരമില്ലാത്ത കൊണ്ടാ. മുക്കുവന്മാരായി ഇവര്. അപ്പൊ ഇങ്ങനെയുള്ള ഇവര് സാധാരണക്കാരാ. ഇവർ ഈ വലിയ വീട്ടിൽ ചെന്ന് ഈ മാളികയും ഇതിന്റെ പണിയും ഈ ഫർണിഷനായ റൂമും എല്ലാം കൂടെ കണ്ട്, അയ്യോ നിങ്ങൾ അവിടെ ഇരിക്കുക, ഇതെല്ലാം കണ്ട് അകവാള് വെട്ടിപ്പോയി. അപ്പൊ എന്റെ ചിന്ത, 12 പേരാണല്ലോ, ആരാ? ശിഷ്യന്മാര്. പേര് സമുദായക്കാരൊരു പാട്ട് പാടിക്കല്ലേ, പ്രാതാകൾ പാടിക്കേ. യോ അന്ത്രയോസ് യാക്കോബും ഒരു പാട്ടില്ലേ? ഓ, നിങ്ങളെല്ലാം വിട്ടല്ലോ. യാക്കോബും യോഹന്നാനും കേട്ടിട്ടില്ലേ? പ്രാണാക്കൽ പത്രോസ്, ആന്ത്രയോസ്, യാക്കോബും അൽബായി തനയൻ യാക്കോബും യാക്കോബിൻ ഭ്രാതാവാകോ യൂദാസ്കറിയോത്തും. കേട്ടില്ലേ? നിങ്ങൾ പിന്നെ പള്ളിയിൽ പോയി എന്നെ അടുക്കായിരുന്നു. നിരണം പള്ളി ആട്ടെ. 12 പേര്. ഈ 12 പേരും വട്ടവിരിക്കുക. ഈ ഭയങ്കരം വീട്ടിൽ വന്ന് ഫർണിഷഡായ റൂം എന്റെ ഭാവനയാ. ഇരുന്നപ്പോ അങ്ങ് താഴുക, അതുപോലത്തെ കുഷിയനാ. ഞാൻ ചില വീട്ടിലൊക്കെ ചെന്ന്, നമ്മള് കുട്ടനാട്ടിൽ കാവാലത്ത് ഒരു ഗതിയില്ലാതെ കിടന്നതാ. ഒരു കൊരണ്ടി പോലും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു.
കൊരണ്ടി. നമ്മുടെ ചിലരുടെ ഇരിപ്പ് കണ്ട ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് യോഗത്തിന് ഇങ്ങോട്ട് വന്നതുപോലെ നിനക്കൊരു കൂറയില്ലാതെ നീ തെണ്ടി നടന്നതാ. നീ ഈ പുസ്തകം എടുത്തതാ നിനക്ക് രക്ഷ. ഞാൻ എൻ്റെ കാര്യം അങ്ങ് പറഞ്ഞേക്കാം. അങ്ങനെ ഒരു വളരെ താഴേക്കിടയുന്ന, അപ്പൊ ഇങ്ങനെയുള്ളവര് ഈ വീട് കണ്ട് അന്തം വിട്ടുപോയി. അപ്പൊ ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പം ഫാസ്റ്റ് അങ്ങോട്ട് ഇരുന്നാട്ടെ ഇരുന്ന്, അപ്പൊ ഇതിനെ പറഞ്ഞ വീട്ടുകാരോ അവർ അകത്തോട്ട് പോകുമ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ എന്നാ സുഖമാണെന്നറിയാമോ ഇങ്ങനെ അങ്ങ്. അപ്പൊ ഞാൻ അവർ വരുന്നുണ്ടോ നോക്കും, വെച്ചിട്ട് 3-4 പ്രാവശ്യം ഇരുന്ന് നോക്കും. ആദ്യമായിട്ട് ഇരിക്കുകയല്ലയോ, നോക്കും അവരെങ്ങാനും വരുന്നുണ്ടോ എന്ന്. ദൈവം സാക്ഷിയായിട്ട് എൻ്റെ അനുഭവം പറയുന്നതിന് എനിക്ക് എന്നെ ഒരു ലജ്ജയില്ല. സ്തോത്രം. ഈ ശിഷ്യന്മാരിൽ പലരും ഇത് കണ്ട് അമ്പരന്നു. ഇവർ ഈ കസേര ഇരുന്ന് വെച്ച് ഒരുത്തൻ പറഞ്ഞു, അന്ത്രോസേ ഭയങ്കരം വീടാ കേട്ടോ. ഉടനെ പുള്ളി പറഞ്ഞു, ഞാനും വന്നപ്പം മുതൽ നോക്കിക്കൊണ്ടിരിക്കുക. ഉടനെ ഒരുത്തൻ പറഞ്ഞ്, ഈ കുഷിയനൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ബാബിലോണിലെ ആയിരിക്കും. ഞാൻ പറഞ്ഞു, ബാബിലോണിലെ ആകാനാ നല്ല പതാന്നിരിക്കുന്നു. ഒരുത്തൻ പറഞ്ഞ ലൈറ്റ് സിറിയായി നിറക്കിയതാന്ന, സിറിയയിലെ ലൈറ്റ്. ഞാൻ സിറിയയിലെ ആയിരിക്കും. ആ പുൾപിറ്റ് റോമിലെയാ. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഇതിന്റെ പണിയും ബിൽഡിങ് വലിയ കേമമാ കേട്ടോ. ആ തടിയൊക്കെ കേമം പോട്ടെ, ദേവദാരി വന്നാ തോന്നുന്നത്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇവര് ഇതിന്റെ വീടിന്റെ വലിപ്പവും വിസ്താരവും എല്ലാം പറഞ്ഞിരിക്കുക ശിഷ്യന്മാർ. അപ്പൊ ഒരുത്തൻ, എൻ്റെ ഫാമിലിയും കൂടെ ഒരുത്തൻ പറഞ്ഞു, എൻ്റെ തോമാച്ച, നമ്മൾ ഈ പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും നമ്മളവിടെ മീൻ പിടിച്ച വള്ളത്തെ കടന്ന് ചാകേണ്ടതായിരുന്നു. ഇങ്ങേരുടെ കൂടെ കൂടിയത് കൊണ്ട് ഒന്നുമില്ല, ഈ വലിയ വീട്ടിൽ വരാനും കയറാനും ഇതെല്ലാം കാണാനും. ഒരുത്തൻ പറഞ്ഞ് പെട്ടെന്ന് കണ്ടു, അതിനാ അയ്യോട് ഈ പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളെ കസേര ഇരുത്തിയേക്കുന്നത്. അങ്ങേര് ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തൂറ്റം നിന്നെയെല്ലാം തല്ലി ഇറക്കും. സ്തോത്രം പറ. യേശു ഉള്ളത് കൊണ്ടാ. വിശ്വാസി 10 രൂപ തരുന്നത് യേശുവിനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ടാ. സ്തോത്രം. ആരെയും മാനിക്കുന്നത് നീ യേശുവിനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ടാ. അല്ല പറഞ്ഞത് പെട്ടെന്ന് കണ്ടേ ചിറങ്ങിക്കോ, പുള്ളി പെട്ടെന്ന് ഇറങ്ങുമെന്നാ പറഞ്ഞത്. ഒരുത്തൻ പറഞ്ഞ്, പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യം അല്ലടെ, ഈ ലോകത്തിൽ നിന്നേ പോകുന്ന കഴിഞ്ഞ ആഴ്ച യോഗത്തിൽ കുറഞ്ഞോന്ന് കഴിഞ്ഞ. ഒരുത്തൻ പറഞ്ഞു, ആയാലും പുള്ളിയുടെ കൂടെ നടന്നുകൊണ്ട് നമുക്കിതെല്ലാം കാണാനെങ്കിലും ഇടയായി. ഒരുത്തൻ പറഞ്ഞു, എൻ്റെ മത്താഴ്ച നമുക്കിത് കാണാനേ വിധിച്ചിട്ടുള്ളൂ, നമുക്ക് ഇത്രയൊന്നും കിട്ടുമെന്ന്. ഇങ്ങനെ ചിന്തിച്ച് ഇവരുടെ ഹൃദയം കലങ്ങി. ഈ വീടിന്റെ പണിയും ഈ ഫർണിഷ്ഡ് റൂമും എല്ലാം കണ്ട് ഹൃദയം കലങ്ങി. തെളിയിക്കാം, ഇത് വീടും ചുറ്റുപാടും കണ്ട് കലങ്ങിയത് കൊണ്ട് ആ കർത്താവ് ഉടനെ പറഞ്ഞ, ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നിൽ വിശ്വസിപ്പിന്. അടുത്ത പദം, എൻ്റെ പിതാവിൻ്റെ എന്ന് പറഞ്ഞ സർവജ്ഞാനിയായ കർത്താവിന് മനസ്സിലായി ഈ ശിഷ്യന്മാരെല്ലാം ഈ വീട് കണ്ട് കലങ്ങിയിരിക്കുക. മുക്കുവക്കുടിൽ കിടന്ന് വള്ളവും വെള്ളവും മീനും വലയായിട്ട് നടന്നവര് ഈ എൻ്റെ ഭാഷ ബ്രഹ്മാണ്ടം മാളികയ്ക്കകത്ത് കയറി ഇത് കണ്ടാകെ കലങ്ങിയിരിക്കുക. ആ കലക്കം മാറ്റാൻ അവിടുന്ന് പറഞ്ഞ, കലങ്ങരുത്, അവൻ ഇത് സാധാരണ വീടാ, ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കാൻ പോവുക. വിടന്നൊരുക്കി മിന്നിൽ വേഗം വരും തേജസ്സിൽ എന്നുറ ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വിടന്നൊരുക്കി മിന്നിൽ വേഗം വരും തേജസ്സിൽ എന്നുറ ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വാക്ക് മാറുകില്ല, താമസിക്കുകില്ല, വാക്തമ്പോൾ വാനിൽ വെള്ളിപ്പെടുമേ. വാക്ക് മാറുകില്ല, താമസിക്കുകില്ല, വാക്തമ്പോൾ വാനിൽ
യേശുവെ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെ കാക്കുന്നവൻ, കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി രക്ഷകനായി, കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി രക്ഷകനായി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വീട് കണ്ട് ഇതിന്റെ പണി കണ്ട് ഇവര് ഹൃദയം കലങ്ങി. അത് അവിടുന്ന് മനസ്സിലാക്കി വെച്ചപ്പോ ഞാൻ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിക്കേ, എന്നിലും വിശ്വസിക്കേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. അവിടുത്തെ വീടിനെ പറ്റി ഓർപ്പിക്കാൻ കാരണം ഈ വീടും പണിയെല്ലാം ഒരു ചെറിയ കുലുക്കം വന്നാൽ മതി, പപ്പടം പൊടിയും പോലെ പൊടിയും. ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കുന്നുണ്ട്, ആരും അപകരിക്കത്തില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല, ഒരു കണ്ണൊട്ട് കണ്ടിട്ടുമില്ല. അവിടുന്ന് ഇത് പണിയുന്നത്. അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവിടുന്ന് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാ, ഒരുക്കി ക്രമപ്പെടുത്തിയാൽ തിരിച്ചു വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. യേശു ക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഈ കഷ്ടവും രോഗവും പ്രശ്നവും ഈ ദുരിതവും ഒക്കെ ഉണ്ടായിട്ട് നല്ല, എൻ്റെ ഭാഷ പറഞ്ഞ പയർ പോലെ നിൽക്കുന്നത് അവിടുന്ന് വീണ്ടും വരുമെന്നുള്ള പ്രത്യാശയാണ് നിങ്ങളുടെ ഹൃദയം. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട്, സുവിശേഷ വേലക്കാരോടും പറയാം, കർത്താവിൻ്റെ വേല ചെയ്തിട്ട് 2, 5, 8, 10, 20, 30 കൊല്ലമായി വീടോ വസ്തു ഇല്ലെന്നോർത്ത് ഭാരപ്പെട്ടൊന്നും ചെയ്യരുത്. ഒന്നും നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. സ്തോത്രം. നിരാശപ്പെടരുത്. ചെല്ലു നോക്കും, പാസ്റ്റർ വേലയിലായിട്ട് എത്ര വർഷമായി? 35. വീടൊന്നും വെച്ചില്ല. വീട് വെക്കാനാന്നോടാ വേലയ്ക്ക് ഇറങ്ങിയേ? വീട് വെക്കാനാണോ? അതിന് യേശു എന്നാ കോൺട്രാക്ടറാണോ? ബിൽഡിംഗ് കോൺട്രാക്ടറാണോ യേശു? സ്തോത്രം. എടേ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തിന് അറിയാം. നിനക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം വേണ്ടത് എന്ന് അടിസ്ഥാനപരമായി അത് തരാൻ ദൈവം വിശ്വസ്തനുമാ. പിന്നെ പാസ്റ്റർമാരുടെ ഭാര്യമാരും ചിലർ, എല്ലാവരും അല്ല, ചോദിക്കും, അച്ചായ നമുക്ക് ഇതുവരെ ഒരു കുഞ്ഞുഞ്ഞമ്മ ഞാനും അതാ ചിന്തിച്ചോണ്ട് ഇരിക്കുന്നു. അച്ചായ നമ്മൾ ഇനിയും ഈ സഭയിൽ നിന്നെങ്ങാനും മുടക്കുകയാണേ, അച്ചായൻ്റെ പ്രസംഗത്തിൻ്റെ രീതി അനുസരിച്ച് മിക്കവാറും മുടക്കാൻ സാധ്യത ഉണ്ട്. ഞാനും ഈ കൊച്ചുങ്ങളും, അച്ചായൻ അവർക്ക് വിഷയമല്ല എന്നാരും, ഞാനും കൊച്ചുങ്ങളും എല്ലാവരും അങ്ങനല്ല. കുഞ്ഞുഞ്ഞമ്മേ, നീ ഗുണപ്പെട്ടോണം. നീ വീടല്ലെന്ന് പറഞ്ഞ ആ പാപത്തിനെ ഇട്ട് ദണ്ണിപ്പിക്കരുത്. മനസ്സിലാ? സ്വന്തം പറ. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. വീട് അവിടെ ഒരുക്കുന്നുണ്ടെന്ന്. വരാൻ താമസിച്ചാൽ നിനക്ക് കയറി കിടക്കാൻ ഇവിടെ ദൈവം ഇടവും തരും. ദൈവം വിശ്വസ്തനാ. സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. എൻ പിതാവിൻ കൃപ ഇമ്പമെഴും പല, എൻ പിതാവിൻ കൃപ ഇമ്പമെഴും പല, എൻ പിതാവിൻ കൃപ ഇമ്പമെഴും പല. സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ വേഗം ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. പോയി
വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല. പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല. പോയി വരും ഞാൻ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. ഞാനേ പ്രസംഗം അങ്ങ് നിർത്തുക, സമയം പോയി. നമുക്ക് ദൈവം അനുവദിച്ചാൽ ഇനി പിന്നീട് എങ്ങാനും ചിന്തിക്കാം.